ഹലോ ഗൈസ്, രാവിലെ എഴുന്നേറ്റ് സൺറൈസും കണ്ട് നേരെ പോയത് ജിമ്മിലേക്കാണ്. വൈകിട്ട് എന്തെങ്കിലും പരിപാടിയുള്ള ദിവസമാണ് രാവിലെ ജിമ്മിൽ പോകുന്നത്. ആദ്യം ഷോൾഡറിന് ചെയ്തു, പിന്നെ ചെസ്റ്റ്, മെഷീനിൽ ഇംഗ്ലണ്ടും, പിന്നെ ഫ്ലൈസും ട്രൈസും ചെയ്ത് വീട്ടിൽ വന്നു. ഫുഡ് കഴിച്ച് വരയ്ക്കാനായിരുന്നു, പക്ഷേ വൈകിട്ടായിട്ടും പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് ആയില്ല. ഇന്ന് വൈകിട്ട് അഷ്ടമിയാണ്. ഇവിടെ നേരെ ബസ് കയറി അഷ്ടമിക്ക് പോകാനിരുന്ന എന്നോട് അഷ്ടമിയുടെ ഫീൽ കിട്ടണമെങ്കിൽ ബോർഡിൽ തന്നെ പോകണം എന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ബോട്ടിന്റെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ കണ്ടപ്പോൾ ഫീൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, ബസ്സിൽ പോയാൽ മതി എന്ന് തോന്നി. എങ്ങനെ അക്കരെ കിടക്കുമെന്ന് കൺഫ്യൂഷനായി നോക്കുമ്പോൾ നമ്മുടെ ചെക്കന്മാരുടെ ഒരു ഫ്രണ്ട് ക്യൂവിൽ നിൽക്കുന്നു. പിന്നെ അവന്റെ കൂടെ ഇടിച്ച് കയറിയെന്ന് ടിക്കറ്റും എടുത്ത് ബോട്ടും പിടിച്ച് വൈക്കത്തെത്തി. നല്ല തിരക്കുണ്ട് ബോട്ടിലും അഷ്ടമിക്കും. പിന്നെ അവിടെ തെക്ക് വടക്ക് കിഴക്ക് പിടിഞ്ഞാറ് തെണ്ടി തിരിഞ്ഞ് നടന്നു അവസാന അമ്പലത്തിന്റെ ഉള്ളിൽ കയറി. അപ്പോഴാണ് ഓർത്തത് സ്ട്രേഞ്ചറിന് സ്കെച്ച് ചെയ്യാന്ന്. സ്കെച്ച് ബുക്കിന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ പേനയും പെൻസിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ പുറത്തിറങ്ങി ഒരു മൾട്ടി കളർ പേന വാങ്ങി. 60 രൂപ പറഞ്ഞു, 50 കൊടുത്തുള്ളൂ. സ്കെച്ച് ബുക്കും പേനയൊക്കെ റെഡിയായി, ഇനി മോഡലിന് വേണം. അങ്ങനെ തപ്പി തപ്പി പറ്റിയൊരു മുഖം കിട്ടി. മോഡലിന്റെ ഫോട്ടോ എടുത്ത് വീണ്ടും അമ്പലത്തിന്റെ ഉള്ളിൽ കയറി. എന്നിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിരുന്നു വരയ്ക്കാൻ തുടങ്ങി. ഇമാതിരി പട്ടിഷയൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ഇടാതെ വരയ്ക്കുന്നത് ഇത് ആദ്യ സംഭവമാണ്. കമ്മിങ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് സംഭവം വരച്ചു കഴിഞ്ഞു. പുള്ളിക്കാരനെ കൊണ്ട് ഇത് കാണിക്കണോ എന്ന് മനസ്സിലൊരു ചോദ്യം വന്നു. വരച്ച് അത്രക്ക് പെർഫെക്റ്റ് ആയില്ല, അതാണ് മടി കാണിച്ചതിന്റെ പ്രധാന കാരണം. പിന്നെ നമ്മുടെ ചെക്കന്മാരൊക്കെ കൂടി നിർബന്ധിച്ചപ്പോൾ കൊണ്ടുപോയി കാണിച്ചു. ഇത് കണ്ടപ്പോൾ പുള്ളി ഒരു ചോദ്യം, യാരിത്? ഞാനാ. ആളുടെ മുഖത്താണെങ്കിൽ സീറോ എക്സ്പ്രഷൻ. അതുകൊണ്ട് പിന്നെ പടം കയറി കൊടുക്കാനൊന്നുമില്ല. പുള്ളി എന്തിനാ ആ പേപ്പർ വെച്ച് കുമ്പിളുണ്ടാക്കിയാലോ. പിന്നെ സോഷ്യൽ ആൻസൈറ്റി മാറിയല്ലോ, പെൻസിലില്ലാണ്ട് സ്കെച്ച് ചെയ്തല്ലോ, ആൾക്കാരുടെ മുന്നിലിരുന്ന് വരച്ചല്ലോ എന്നൊക്കെ ഓർക്കും ഒരു ചെറുകുളകം. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി. എന്തായാലും ഈ നടപ്പൊക്കെ രാവിലെ നടക്കാൻ പോകാത്തതിന് പകരമായിട്ടുണ്ട്. തേരാപ്പാര നടന്നത് ടോട്ടൽ 8 കിലോമീറ്റർ. അവിടെ നടന്നിട്ട് നോക്കുമ്പോൾ ഒരു കുപ്പി ബായ് ഇരിക്കുന്നു. 3 കുപ്പി 300 രൂപ. നമ്മളത് പറഞ്ഞൊരു 250 ആക്കി. വലിയ കുപ്പിയുടെ കപ്പാസിറ്റി 2 ലിറ്റർ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 2ന്റെ മതിപ്പ് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. എന്തായാലും ആ കുപ്പിയും വാങ്ങി, മുത്തശ്ശിക്ക് ഒരു ഇടികല്ലും വാങ്ങി, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. ബോട്ട് സ്പെഷ്യൽ സർവീസ് ആയതുകൊണ്ട് പെർ ഹെഡ് 20 രൂപയാണ്. നോർമൽ ആണെങ്കിൽ 6 രൂപയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 3 മണി. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.